കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ്. പുതിയ UDF സർക്കാർ സംസ്ഥാനത്തെ കടത്തെക്കുറിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒരു ധവളപത്രം അഥവാ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് പ്രമുഖ മാധ്യമമായ ദ വോയറിൽ രാഷ്ട്രീയ നിരീക്ഷകനായ KM സീതി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും അതിനുള്ള യഥാർത്ഥ പരിഹാരം ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിലുള്ളത്? നമ്മുടെ കേരളം അത്ര വലിയ സാമ്പത്തിക കെണിയിലാണോ? ലളിതമായി പരിശോധിക്കാം. ആദ്യം തന്നെ മുൻപുണ്ടായിരുന്ന LDF സർക്കാരിന്റെ ഭരണമാണ് ഈ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്നാണ് UDF ആരോപിക്കുന്നത്. എന്നാൽ ലേഖകൻ പറയുന്നത് ഇത് വെറുമൊരു രാഷ്ട്രീയ കുറ്റപ്പെടുത്തൽ മാത്രമല്ല, കേരളം നേരിടുന്ന വലിയൊരു അടിസ്ഥാന പ്രശ്നത്തെയാണ് ഇത് കാണിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വരുമാനവും ചെലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാധാരണയായി ഒരു സർക്കാർ കടം വാങ്ങുന്നത് തെറ്റല്ല. നമ്മളൊരു വലിയ റോഡോ പാലമോ ഫാക്ടറിയോ പണിയാൻ കടമെടുത്താൽ അത് ഭാവിയിൽ നാടിന് ഗുണം ചെയ്യും. എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടമെടുക്കുന്നത് വികസനത്തിനല്ല, മറിച്ച് ശമ്പളം കൊടുക്കാനും പെൻഷൻ നൽകാനും പഴയ കടത്തിൻ്റെ പലിശ അടയ്ക്കാനും വേണ്ടിയാണെന്നാണ് UDF വാദിക്കുന്നത്. കടം വീട്ടാൻ വീണ്ടും കടമെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എന്നാണ് അവരുടെ വാദം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ ചർച്ചയായ ഒന്നാണ് കിഫ്ബിയിലൂടെ ഒരുപാട് വികസനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ബജറ്റിന് പുറത്തുനിന്ന് പണം കണ്ടെത്തി വലിയ റോഡുകളും സ്കൂളുകളും പണിയാനാണ് കിഫ്ബി തുടങ്ങിയത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ഈ പുതിയ റിപ്പോർട്ടിൽ കിഫ്ബിയെ പൂർണ്ണമായി തള്ളി പറയുന്നില്ല UDF. എങ്കിലും കിഫ്ബി വഴിയുള്ള കടങ്ങളും സംസ്ഥാനത്തിന് വലിയ ബാധ്യത മാറിയെന്ന് അവരുടെ റിപ്പോർട്ട് പറയുന്നു. പക്ഷേ കേരളത്തിന്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങളും ഉണ്ടെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്, GST വന്നതോടെ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന നഷ്ടപരിഹാരം കേന്ദ്രം നിർത്തലാക്കി. രണ്ടാമത്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന പല സഹായധനങ്ങളും കുറഞ്ഞു. മൂന്നാമത്, കേരളത്തിന് കടമെടുക്കാവുന്ന പരിധിയിൽ കേന്ദ്ര സർക്കാർ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം കാരണം കേരളത്തിന് കൈമാറി കിട്ടേണ്ട പണം വലിയ തോതിൽ കുറഞ്ഞു പോയി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ റിപ്പോർട്ടിൽ നമ്മൾ ഗൗരവമായി കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരള മോഡൽ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ടവർക്ക് നല്ല ചികിത്സ, സൗജന്യ വിദ്യാഭ്യാസം, ക്ഷേമ പെൻഷനുകൾ എന്നിവ ഉറപ്പാക്കുന്ന രീതിയാണ്. എന്നാൽ ഈ പുതിയ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കാണുമ്പോൾ സർക്കാർ ഇത്തരം ക്ഷേമ പദ്ധതികളിൽ നിന്ന് പതുക്കെ പിന്നോട്ട് പോകുമോ എന്നൊരു സംശയമുണ്ട്. KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ നഷ്ടത്തിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇതിന് പരിഹാരമായി വൈദ്യുത മേഖലയിലും മറ്റും സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരാനും ഭൂമി തൊഴിൽ നിയമങ്ങളിൽ ഇളവ് നൽകാനും സർക്കാർ ആലോചിച്ചേക്കാം. എന്നാൽ ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ലേഖകൻ പങ്കുവയ്ക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ സർക്കാർ എവിടെയാണ് കുറവ് വരുത്തുന്നത്? ശമ്പളത്തിലോ പെൻഷനിലോ അല്ല, മറിച്ച് നാടിൻ്റെ വികസന പദ്ധതികൾക്കുള്ള പണത്തിലാണ് കുറവ് വരുത്തുന്നത്. കൃഷി, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള പണം കുറയും. പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും നൽകുന്ന ഫണ്ട് ചുരുങ്ങും. എല്ലാറ്റുമുപരി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള വികസന ഫണ്ടുകളാണ് കുറയാൻ പോകുന്നത്. ഇത് ബാധിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെയാണ്. ഇതിനൊപ്പം നമ്മുടെ യുവാക്കളുടെ തൊഴിലില്ലായ്മയും വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ജോലിയില്ല. അതുകൊണ്ട് ലക്ഷക്കണക്കിന് യുവാക്കൾ വിദേശങ്ങളിലേക്ക് പോകുന്നു. നാട്ടിൽ പുതിയ ഉൽപ്പാദന മേഖലകൾ വളരുന്നില്ല എന്നതും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ധവളപത്രത്തിൽ സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കടക്കണിയും കേന്ദ്രത്തിന്റെ അവഗണനയും അവർ എണ്ണിപ്പറയുന്നു. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വഴിയോ പരിഹാരമോ മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല. കേരളത്തിന്റെ അഭിമാനമായ സൗജന്യ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളും ക്ഷേമ പെൻഷനുകളും തകർക്കാതെ തന്നെ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാം എന്നാണ് സർക്കാർ ചിന്തിക്കേണ്ടത്. അല്ലാതെ ചെലവ് ചുരുക്കാൻ വേണ്ടി പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതല്ല വഴി. ഈ ലേഖനത്തിലൂടെ KM സീതി മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണം ഇതാണ്. പ്രതിസന്ധി മറികടക്കാൻ കൃത്യമായ ബദൽ മാർഗം മുന്നോട്ട് വയ്ക്കാൻ UDFന് കഴിയുന്നില്ല. പകരം കമ്പോള ശക്തികൾക്ക് പ്രാധാന്യം നൽകുന്ന നിയോ ലിബറൽ പോളിസികളിലേക്ക് കേരളത്തെ തള്ളിവിടാനാണോ ഈ ശ്രമമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും പറയുന്നത്, കേരളത്തിന്റെ അഭിമാനമായ സാമൂഹിക സുരക്ഷാ പദ്ധതികളെ തകർക്കാതെ ഇതിനെങ്ങനെ ഒരു ഉത്തരം കണ്ടെത്താനാകുമെന്നാണ്. അല്ലാതെ രോഗം മാറ്റാൻ രോഗിയെ ഇല്ലാതാക്കുന്ന നയങ്ങൾ കേരളത്തിന് ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.